ഒരു സ്വതന്ത്ര വ്യാപാര കരാർ അമേരിക്കയുമായി ഉണ്ടാക്കണമെന്നുള്ളതാണ് ട്രംപിൻ്റെ നിലവിലത്തെ ഏറ്റവും വലിയ പിടിവാശിയും ഏറ്റവും വലിയ ആഗ്രഹവും എന്ന് പറയുന്നത്. കാരണം 100 ദിനം ആഘോഷിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് ഇതുവരെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ കിട്ടിയിട്ടില്ല. ഇന്ത്യ പോലുള്ള ഒരു വലിയ മാർക്കറ്റ് ഫോഴ്സിൽ നിന്ന് കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്വന്തം രാജ്യങ്ങൾക്ക് മുമ്പിൽ നട്ടലുയർത്തി പിടിച്ചു നിൽക്കാൻ ട്രംപിന് ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ട്രംപ്. കാല് പിടിക്കുകയാണെങ്കിലും ഭീഷണിയുടെ സ്വരത്തിലാണ് ട്രംപ് ഇതൊക്കെ പറയുന്നത്. ട്രംപിൻ്റെ ടോൺ അങ്ങനെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കരുതാം. എന്തായാലും നിലവിൽ ട്രംപിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണികൾ കീഴടക്കുക എന്നുള്ളതാണ്. ഒന്ന്, പെട്രോളിയം മന്ത്രാലയമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണി. 13 ലക്ഷം കോടി രൂപയ്ക്കാണ് നമ്മൾ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നത്. ഈ ഒരു വിപണി ട്രംപിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുമായി ഇന്ത്യ പെട്രോൾ വ്യാപാരം നടത്തുന്നത് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വ്യാപാരം നടത്തുന്നത് തകർക്കാനുള്ള എല്ലാ പണികളും ട്രംപ് നോക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എല്ലാം തന്നെ ട്രംപ് ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഭീഷണികൾ മുഴക്കുന്നുണ്ട്. ഇന്ത്യ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ ആട്ടിവിടുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നു. രണ്ടാമത് ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് പാൽ വിപണിയാണ്. അതായത് ക്ഷീര കർഷകരുടെയും ക്ഷീരോത്പന്നങ്ങളുടെയും വിപണിയാണ്. ഇത് ഇന്ത്യ ഒരു ഈ വിപണിയിലേക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഏതൊരു രാജ്യത്തിനും ജാക്ക്പോട്ടാണ്. പക്ഷേ ഈ വിപണിയിലേക്ക് ആർക്കും കടന്നു വരാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, നമ്മളൊരു പാസ്ട്രൽ സൊസൈറ്റിയാണ്. പശു എന്ന് പറയുന്നത് നമ്മുടെ ഗോമാതാവാണ്. അങ്ങനെയാണ് നമ്മളതിനെ ആരാധിച്ചു പോരുന്നത്. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലെ നമുക്ക് ഏറ്റവും വലിയ പാൽ ഉൽപ്പാദകൻ നമ്മൾ തന്നെയാണ്. പാല് മാത്രമല്ല, ക്ഷീര ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരും നമ്മൾ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ചില സുഡാപ്പികൾക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് തോന്നും. കാരണം ഈ പാൽ ഉൽപ്പന്ന മേഖലയിൽ അല്ലെങ്കിൽ പാൽ വിതരണ മേഖലയിൽ ഇന്ത്യ ഒരു പുലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പശുവിനെ എന്തുകൊണ്ടാണ് അമ്മയായി ആരാധിക്കുന്നത് എന്ന് മനസ്സിലാവുമല്ലോ. കാരണം പശുവിനെ കൊണ്ട് ജീവിതം പോറ്റുന്ന, പശുവിനെ കൊണ്ട് കുടുംബം നോക്കുന്ന, പശുവിനെ കൊണ്ട് സ്വന്തം മക്കളെ കെട്ടിച്ചയക്കുന്ന ധാരാളം കർഷകരുള്ള നാട് തന്നെയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പാൽ ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ അമേരിക്ക കൈയിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയെ ആട്ടിവിടുകയാണ് ഇന്ത്യ ചെയ്തത്. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിനായിട്ടുള്ള ഇന്ത്യയുടെയും US-ൻ്റെയും ടീമുകൾ വാഷിംഗ്ടണിൽ 5ാം റൗണ്ട് ചർച്ചകൾ ഇതിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ചർച്ചകൾ 4 ദിവസം വാഷിംഗ്ടണിൽ നീണ്ടു നിന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ചർച്ചകൾക്കിടയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കായിട്ടുള്ള SBI ക്ഷീരമേഖലയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി റിപ്പോർട്ടിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ ക്ഷീരമേഖല US-ന് തുറന്നു കൊടുത്താൽ US-ൽ നിന്നുള്ള ഇറക്കുമതി രാജ്യത്തെ 8 കോടിയിലധികം കർഷകർക്ക് 1.03 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കും എന്നുള്ളതാണ്. ഇത് കണ്ട് അമേരിക്ക ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു വിപണിയാണ് ഇന്ത്യ പാൽ ഉൽപ്പന്നങ്ങളിൽ എന്നുള്ളതാണ്. അമേരിക്കയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് വരണം. എന്തിന്? കാരണം രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് ആരെങ്കിലും മണൽ കയറ്റി അയക്കുമോ എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. കാരണം പാൽ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അമേരിക്ക തരുന്നത് യഥാർത്ഥ പാലുമല്ല. അമേരിക്ക തരുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പാലാണ്. അത് പശുവിൻ്റെ അകിടിൽ നിന്നാണോ കറന്നെടുക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. എന്ത് തന്നെയായിരുന്നാലും ഇന്ത്യ പറ്റില്ല എന്ന് തന്നെ ഇപ്പോൾ തീർച്ചയായും പറഞ്ഞിരിക്കുന്നു. ഒരു റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞ് ഇന്ത്യയുടെ ആൾക്കാർ തിരിച്ചു വന്നു. രണ്ടാമത്തെ റൗണ്ടിനായിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ രണ്ടാമത്തെ റൗണ്ട് ചർച്ചകളിൽ 5 ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഈ 5ാമത്തെ ഘട്ടത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഈ ക്ഷീരമേഖലയെക്കുറിച്ചും ക്ഷീര കർഷകരെക്കുറിച്ചും ഇവിടെയുള്ള റിപ്പോർട്ട് പഠിച്ചപ്പോൾ ഇത്രയും വലിയൊരു വിപണിയാണെന്ന് മനസ്സിലായത്. 8 കോടി കർഷകരാണ് അമേരിക്ക ഇങ്ങനെ നമ്മുടെ ഈ ഒരു പാൽ ഉൽപ്പന്ന മേഖലയിലേക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഫ്രീ ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പട്ടിണിയിലാകാൻ പോകുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് 25 മുതൽ 50% വരെയുള്ള വൻ തീരുവകൾ സംബന്ധിച്ച് കത്തുകൾ അയക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയും US-ഉം തമ്മിൽ ഒരു വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ട്രംപ് അതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയില്ല. തൽഫലമായി ഇന്ത്യയുടെ മുഖ്യ ചർച്ചക്കാരനും വാണിജ്യ വകുപ്പിലെ പ്രത്യേക സെക്രട്ടറിയുമായിട്ടുള്ള രാജേഷ് അഗർവാളിന്റെ സംഘം വീണ്ടും വാഷിംഗ്ടൺ സന്ദർശിക്കുകയായിരുന്നു. ജൂലൈ 14 മുതൽ 17 വരെ US-ഉമായിട്ടുള്ള നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള 5ാം റൗണ്ട് ചർച്ചകൾ ഇന്ത്യൻ സംഘം പൂർത്തിയാക്കി. ഇന്ത്യൻ സംഘം ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങുകയാണ്. ഓഗസ്റ്റ് 1 മുമ്പ് ഇരു രാജ്യങ്ങളും മിനി വ്യാപാര കരാർ അന്തിമമാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനമാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ 2 ട്രംപ് പ്രഖ്യാപിച്ച വളരെ ഉയർന്ന പരസ്പര താരിഫ് നിരക്കുകൾ ആദ്യ 90 ദിവസത്തേക്ക്, അതായത് ജൂലൈ 9 വരെയും പിന്നീട് ഓഗസ്റ്റ് 1 വരെയും മാറ്റിവെച്ചില്ല. എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുകളിൽ ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകൾ ഇപ്പോഴും ഒരു തടസ്സമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ കാർഷിക കരാറിൽ ക്ഷീരമേഖലയിലേക്ക് ഒരിക്കലും അമേരിക്കയെ കടത്തിവിടില്ല എന്നുള്ള പിടിവാശിയിൽ തന്നെയാണ് ഇന്ത്യ. ട്രംപിനോട് പോയി പണി നോക്കാൻ പറയുന്നു. ഇനി വ്യാപാര കരാർ അത് പരസ്പര സമ്മതത്തോടുകൂടെയും പരസ്പര ധാരണയോടുകൂടെയും പരസ്പര ബഹുമാനത്തോടുകൂടെയും പരസ്പര ഗുണം ലഭിക്കുന്നതോടുകൂടെയും ആണെങ്കിൽ മാത്രമേ ഇന്ത്യ നടപ്പിലാക്കുകയുള്ളൂ എന്ന് കൃത്യമായി ട്രംപിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.